ഹലോ എവരിവൺ, എല്ലാവർക്കും എമിനന്റ് PSC സ്വാഗതം. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ ആഴ്ച നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്ന പൊളിറ്റി ടെസ്റ്റിന്റെ ആൻസർ കീ ആണ്. സോ ഇപ്പോൾ പൊളിറ്റി ടെസ്റ്റിന്റെ സബ്ജക്ട് ടോപ്പിക് എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ റൈറ്റ് ആയിരുന്നു. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിത്ത് റെഫറൻസ് ടു ഫണ്ടമെന്റൽ റൈറ്റ്സ് കൺസിഡർ ദി ഫോളോയിങ്. ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ക്യാൻ സസ്പെൻഡ് ദ എൻഫോഴ്സിബിലിറ്റി ഓഫ് എനി ഓഫ് ദി ഫണ്ടമെന്റൽ റൈറ്റ്സ് ഡ്യൂറിംഗ് ദി ഓപ്പറേഷൻ ഓഫ് നാഷണൽ എമർജൻസി. Second statement, if the national emergency is declared on the basis of war, the rights guaranteed under Article 19 will be automatically suspended. So ഒരു പക്ക ഫാക്ച്വൽ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ നാഷണൽ എമർജൻസിയുടെ സമയത്ത് ഫണ്ടമെന്റൽ റൈറ്റ്സിന് എന്താണ് സംഭവിക്കുന്നത് അറിയുന്ന ഒരാൾക്ക് ഇത് കൃത്യമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, അതായത് നാഷണൽ എമർജൻസിയുടെ സമയത്ത് ഏത് ഫണ്ടമെന്റൽ റൈറ്റ് വേണമെങ്കിലും പ്രസിഡന്റിന് ഒരു ഓർഡറിലൂടെ സസ്പെൻഡ് ചെയ്യാൻ പറ്റും എന്ന് പറയുന്നത്. സോ ഇത് 1978 മുമ്പ് വരെ ഇത് ശരിയായിരുന്നു. പക്ഷെ 1978 44th അമെന്റ്മെന്റിലൂടെ ആർട്ടിക്കിൾ 20, 21 ഈ രണ്ട് ആർട്ടിക്കിളുകളിലും പറയുന്ന ഫണ്ടമെന്റൽ റൈറ്റിനെ സസ്പെൻഡ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, ഒരു യുദ്ധത്തിന്റെ കാരണത്താലാണ് നാഷണൽ എമർജൻസി ഡിക്ലെയർ ചെയ്യുന്നതെങ്കിൽ ആർട്ടിക്കിൾ 19 പറയുന്ന ഫണ്ടമെന്റൽ റൈറ്റ് ഓട്ടോമാറ്റിക്കലി സസ്പെൻഡ് ചെയ്യപ്പെടും എന്ന് പറയുന്നത്. സോ നമുക്കറിയാം ആർട്ടിക്കിൾ ഈ നാഷണൽ എമർജൻസി വാറിന്റെ പേരിലോ അല്ല എക്സ്റ്റേണൽ അഗ്രഷന്റെ പേരിലോ ആണ് ഡിക്ലെയർ ചെയ്യുന്നതെങ്കിൽ ആർട്ടിക്കിൾ 19 പറഞ്ഞിട്ടുള്ള ഫണ്ടമെന്റൽ റൈറ്റ്സ് ഓട്ടോമാറ്റിക്കലി സസ്പെൻഡ് ചെയ്യപ്പെടുന്നത് ആർട്ടിക്കിൾ 358 പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. സോ ആൻസർ ബി ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വിത്ത് റെസ്പെക്ട് ടു ആർട്ടിക്കിൾ 20 ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ കൺസിഡർ ദി ഫോളോയിങ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, ദ പ്രൊഹിബിഷൻ ഓൺ റെട്രോസ്പെക്റ്റീവ് ഇംപ്ലിമെന്റേഷൻ ഓഫ് ലോസ് ഈസ് അപ്ലിക്കബിൾ ടു criminal laws only. Second statement, rights guaranteed under Article 20 cannot be suspended during national emergency. അപ്പൊ അതിനകത്ത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരാൾക്ക് ഈ സെക്കൻഡ് ക്വസ്റ്റ്യന്റെ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണെന്ന് മനസ്സിലാക്കാം. ആർട്ടിക്കിൾ 20 സസ്പെൻഡ് ചെയ്യാൻ പറ്റില്ല, കറക്റ്റ് ആണ്. അതുപോലെ തന്നെ ആർട്ടിക്കിൾ 20 പറയുന്നത് എന്താണ്? പ്രൊട്ടക്ഷൻ ഇൻ റെസ്പെക്ട് ഓഫ് കൺവിക്ഷൻ ഫോർ ഒഫൻസസ് ആണ്. അപ്പോൾ അതിനകത്ത് പറയുന്ന 3 കാര്യങ്ങൾ, ഒന്ന് നോ എക്സ് പോസ്റ്റ് ഫാക്ടോ ലോ എന്നുള്ളതാണ്. അതായത് ക്രിമിനൽ നിയമങ്ങൾ റെട്രോസ്പെക്റ്റീവ് ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. സോ ഈ റെട്രോസ്പെക്റ്റീവ് ആയിട്ട് നിയമങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത് ക്രിമിനൽ നിയമങ്ങൾക്ക് മാത്രം ബാധകമാണ് എന്നർത്ഥം. സോ അതുകൊണ്ട് തന്നെ ഈ രണ്ട് സ്റ്റേറ്റ്മെന്റുകളും കറക്റ്റ് ആണ്. സി ആണ് ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വിത്ത് റെഫറൻസ് ടു റൂൾ ഓഫ് ലോ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ട്രൂ. അതായത് റൂൾ ഓഫ് ലോ അല്ലെങ്കിൽ നിയമവാഴ്ചയായിട്ട് ബന്ധപ്പെട്ട് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ദി ആബ്സെൻസ് ഓഫ് ആർബിട്രറി പവർ ഓൺ ദി പാർട്ട് ഓഫ് ദി ഗവൺമെന്റ്, നോ വൺ ഈസ് എബവ് ലോ. രണ്ട് സ്റ്റേറ്റ്മെന്റുകളാണ്. അപ്പൊ നമുക്കറിയാം റൂൾ ഓഫ് ലോ, നിയമവാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എല്ലാത്തിനെയും മുകളിലാണ് നിയമം. അപ്പൊ അതിന്റെ അർത്ഥം ഗവൺമെന്റിന് പോലും ഈ നിയമം അനുസരിച്ചല്ലാതെ പ്രവർത്തിക്കാൻ പറ്റില്ല എന്നാണ്. സോ അതുകൊണ്ട് തന്നെ വി ക്യാൻ സേ ദാറ്റ് റൂൾ ഓഫ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആബ്സെൻസ് ഓഫ് ആർബിട്രറി പവർ ആണ്, ഗവൺമെന്റിന് പോലും അതില്ല. അതുപോലെ തന്നെ നോ വൺ ഈസ് എബവ് ലോ, എല്ലാവരും നിയമത്തിന് മുന്നിൽ തുല്യരാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ രണ്ട് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. സോ ആൻസർ ഈസ് സി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വിത്ത് റിഗാർഡ് ടു റൈറ്റ്സ് വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് നോട്ട് കറക്റ്റ്. First statement, rights is a legal claim that an individual is guaranteed by the constitution or any statute. Second statement, rights are essential for a democracy because rights empowers the individual and enable them to develop. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, the rights are associated with equality in contemporary times and establishes the level playing field among the people. അപ്പൊ ഇതിനകത്ത് റൈറ്റ്സ് ആയിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ള എല്ലാ സ്റ്റേറ്റ്മെന്റുകളും കറക്റ്റ് ആണ്. സോ ഡി ആണ് ആൻസർ, ഓൾ ഓഫ് ദി അബോവ് ആണ്. ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. Article 32 of the Indian Constitution gives exclusive power to Supreme Court for the enforcement of fundamental rights. Second statement, Article 32 is a part of basic structure of the Constitution. So Article 32 എന്ന് പറയുന്നത് സുപ്രീം കോടതിയുടെ ഒരു ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ ആണെന്ന് പറയാം. അതായത് ബൈ മീൻസ് ഓഫ് ആൻ അപ്പീലിലൂടെ അല്ലാതെ നമുക്ക് നേരിട്ട് സുപ്രീം കോടതിയെ സമീപിക്കാം എന്ന് പറയാം. പക്ഷെ ഇതൊരു എക്സ്ക്ലൂസീവ് ജൂറിസ്ഡിക്ഷൻ അല്ല. ഇറ്റ്സ് നോട്ട് ആൻ എക്സ്ക്ലൂസീവ് പവർ എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇത് എക്സ്ക്ലൂസീവ് പവർ അല്ല. കാരണം ആർട്ടിക്കിൾ 32 അനുസരിച്ച് സുപ്രീം കോടതിക്ക് ഫണ്ടമെന്റൽ റൈറ്റ് എൻഫോഴ്സ് ചെയ്യാൻ പറ്റുന്നത് പോലെ തന്നെ ആർട്ടിക്കിൾ 226 അനുസരിച്ച് ഹൈക്കോടതികൾക്കും ഈ അധികാരം ഉണ്ട്. പക്ഷേ ആർട്ടിക്കിൾ 226 ഒരു ഫണ്ടമെന്റൽ റൈറ്റ് അല്ല എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, ആർട്ടിക്കിൾ 32 ഇസ് പാർട്ട് ഓഫ് ദി ബേസിക് സ്ട്രക്ചർ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. ആർട്ടിക്കിൾ 32 ബേസിക് സ്ട്രക്ചറിന്റെ ഭാഗമാണെന്ന് പറയുന്നുണ്ട്. അത് കറക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ ബി ആണ് ആൻസർ, 2 ഓൺലി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, sixth question, consider the following statements. Laws which violates fundamental rights are void. Second statement, law cannot be invalidated even if they curtailing fundamental rights if they are enacted for the enforcement of directive principles.
അപ്പോൾ ഫണ്ടമെന്റൽ റൈറ്റിനെ വയലേറ്റ് ചെയ്യുന്ന നിയമങ്ങൾ തെറ്റാണ്. അതുപോലെ തന്നെ രണ്ടാമതായിട്ട് പറയുന്നത് ലോസ് കനോട്ട്, ഈ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിനെ നടപ്പിലാക്കാൻ വേണ്ടി വരുന്ന നിയമങ്ങൾ ഫണ്ടമെന്റൽ റൈറ്റിനെ വയലേറ്റ് ചെയ്താലും പ്രശ്നമല്ല എന്നാണ് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് നോട്ട് കറക്റ്റ് ആണ് ചോദിച്ചത്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്, കാരണം ആർട്ടിക്കിൾ 13 പറയുന്നുണ്ട് എനി ലോ ദാറ്റ് ഈസ് ഇൻകൺസിസ്റ്റന്റ് ഓർ ഇൻ ഡെറഗേഷൻ വിത്ത് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഷാൽ ബി വോയിഡ് എന്ന് പറയുന്നത്. ഈ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, അതായത് നമ്മുടെ ഇന്ത്യയിൽ ഈ ഫണ്ടമെന്റൽ റൈറ്റും ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു സംഭവമാണ് ഈ ഫണ്ടമെന്റൽ റൈറ്റിനാണോ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിനാണോ പ്രൈമസി എന്നത്. ഓക്കെ, അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പൊ നമ്മൾ നിലവിൽ ഫോളോ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് 1980 മിനർവ മിൽസ് കേസിനകത്തുള്ള സുപ്രീം കോടതി വേർഡിക്റ്റ് ആണ്. അപ്പൊ അതിനകത്ത് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത് ഫണ്ടമെന്റൽ റൈറ്റും ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസും ഈക്വൽസ് ആണ്. ദേ ആർ ലൈക്ക് ടു വീൽസ് ഓഫ് എ ചാരിയറ്റ്, ബട്ട് the state cannot enforce directive principles by violating fundamental right എന്ന് പറഞ്ഞിട്ടില്ല. അതായത് ഫണ്ടമെന്റൽ റൈറ്റിനെ വയലേറ്റ് ചെയ്തുകൊണ്ട് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് നടപ്പിലാക്കാൻ പാടില്ല. ഇത് രണ്ടും ഒരുമിച്ച് പോകണം. നിങ്ങൾ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ നടപ്പിലാക്കണം, അതേസമയം ഫണ്ടമെന്റൽ റൈറ്റിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണം എന്നാണ് പറഞ്ഞേക്കുന്നത്. അതിനുള്ള ഒരേ ഒരു എക്സെപ്ഷൻ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 39 ക്ലോസ് ബിയിലും 39 ക്ലോസ് സിയിലും പറയുന്ന ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ്. അത് ആർട്ടിക്കിൾ 31C അനുസരിച്ച് ഈ രണ്ട് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് നടപ്പിലാക്കാൻ വേണ്ടി വരുന്ന നിയമങ്ങൾ ആർട്ടിക്കിൾ 14നെയോ 19നെയോ വയലേറ്റ് ചെയ്താലും പ്രശ്നമില്ല. ഈ ഒരു എക്സെപ്ഷൻ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് നടപ്പിലാക്കുന്ന സമയത്ത് ഫണ്ടമെന്റൽ റൈറ്റ് വയലേറ്റ് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് തന്നെ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അതുകൊണ്ട് തന്നെ നോട്ട് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ബി ആണ്, 2 only ആണ്. ഇനി സെവൻത് ക്വസ്റ്റ്യൻ, കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് റിസർവേഷൻ. ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഗ്യാരണ്ടീസ് റിസർവേഷൻ ഫോർ സോഷ്യലി ആൻഡ് എഡ്യൂക്കേഷണലി ബാക്ക്വേർഡ് ക്ലാസസ് in the government employments and the constitution doesn't prescribe any ceiling on reservation. അപ്പൊ അതിനകത്ത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. സോ ഞാൻ ക്ലാസ് എടുക്കുന്ന സമയത്തൊക്കെ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഈ റിസർവേഷൻ എന്ന് പറയുന്നത് ഈസ് നോട്ട് എ റൈറ്റ്. ദ സ്റ്റേറ്റ് മേ പ്രൊവൈഡ് റിസർവേഷൻ ഓർ ദ സ്റ്റേറ്റ് മേ പ്രൊവൈഡ് സ്പെഷ്യൽ പ്രൊവിഷൻസ് എന്നാണ് പറയുന്നത്. അതായത് ഗവൺമെന്റിനെ എപ്പോൾ വേണമെങ്കിലും റിസർവേഷൻ നിർത്തലാക്കാം. അതുകൊണ്ട് തന്നെ ഇതൊരു ഗ്യാരണ്ടീഡ് റൈറ്റ് ഒന്നുമല്ല എന്ന് സുപ്രീം കോടതി പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് കോൺസ്റ്റിറ്റ്യൂഷനകത്ത് റിസർവേഷൻ ഒരു അപ്പർ ലിമിറ്റ് പറഞ്ഞിട്ടില്ല എന്നാണ് പറഞ്ഞേക്കുന്നത്. അത് കറക്റ്റ് ആണ്. അത് കോടതിയാണ് പറഞ്ഞേക്കുന്നത്. ഇപ്പോ കോടതിയാണ് ഈ കാര്യം പറഞ്ഞിട്ടുള്ളത്. ഫോർ എക്സാമ്പിൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ 1992 ഇന്ദിരാ സാവ്നെ കേസിന്റെ ഒക്കെ വേർഡിക്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് പറയുന്നുണ്ട് 50% കൂടുതൽ റിസർവേഷൻ കൂടാൻ പാടില്ല. പക്ഷേ ഈ അടുത്ത കാലത്ത് EWS ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള റിസർവേഷന്റെ കേസിനകത്ത് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് ഈ 50% സീലിംഗ് എന്ന് പറയുന്നത് SC/ST OBCയുടെ റിസർവേഷനുമായിട്ട് ബന്ധപ്പെട്ട് മാത്രം ബാധകമാണ്. EWSന്റെ റിസർവേഷൻ ഒക്കെ വന്നപ്പോൾ 50% ബ്രീച്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ റിസർവേഷന്റെ സീലിംഗ് എപ്പോഴും പറഞ്ഞിട്ടുള്ളത് കോടതികളാണ്. കോൺസ്റ്റിറ്റ്യൂഷനകത്ത് റിസർവേഷന്റെ സീലിംഗ് അല്ലെങ്കിൽ ഇത്ര ശതമാനത്തിൽ കൂടാൻ പാടില്ല എന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. സോ ആൻസർ ബി ആണ്, 2 only ആണ്. ഇനി എട്ടാമത്തെ ക്വസ്റ്റ്യൻ, കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. ആസ് പെർ ദി കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെന്റ് കോൺസ്റ്റിറ്റ്യൂഷൻ armed forces may not enjoy all the fundamental rights mentioned in the constitution. Second statement, because of the prohibition of forced labor, mandatory military service cannot be enforced in India. അപ്പൊ അതിനകത്ത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. സോ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർട്ടിക്കിൾ 33 അനുസരിച്ച് ഇന്ത്യയിലെ ആംഡ് ഫോഴ്സസ്, പാരാമിലിറ്ററി ഫോഴ്സസ്, പോലീസ് ഫോഴ്സസ്, ഇന്റലിജൻസ് ഏജൻസീസ് ഇതിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകളുടെ ഫണ്ടമെന്റൽ റൈറ്റ്സിനെ കേർട്ടൈൽ ചെയ്യാനുള്ള അധികാരം അല്ലെങ്കിൽ അബ്രോഗേറ്റ് ചെയ്യാനുള്ള അധികാരം ഇന്ത്യൻ പാർലമെന്റിനുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ആംഡ് ഫോഴ്സസിലുള്ള ആളുകൾക്ക് എല്ലാ ഫണ്ടമെന്റൽ റൈറ്റ്സും കിട്ടിക്കോളും നിർബന്ധമല്ല. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ഇനി സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, ബിക്കോസ് ഓഫ് പ്രൊഹിബിഷൻ ഓഫ് ഫോഴ്സ്ഡ് ലേബർ മാൻഡേറ്ററി മിലിറ്ററി സർവീസ് കനോട്ട് എൻഫോഴ്സ്ഡ് ഇൻ ഇന്ത്യ. അതായത് ഇന്ത്യയിൽ ആർട്ടിക്കിൾ 23 അനുസരിച്ച് ഫോഴ്സ്ഡ് ലേബർ പാടില്ല എന്ന് പറയുന്നതുകൊണ്ട് തന്നെ മാൻഡേറ്ററി മിലിറ്ററി സർവീസ് ഇന്ത്യയിൽ, അതായത് നിർബന്ധിത സൈനിക സേവനം ഇന്ത്യയിൽ നടപ്പിലാക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഇത് തെറ്റാണ്. നമ്മുടെ ഇന്ത്യയിൽ ഫോഴ്സ്ഡ് ലേബർ പറ്റില്ല എന്ന് പറയുന്ന സമയത്ത് പറയുന്നുണ്ട് ദ സ്റ്റേറ്റ് ക്യാൻ ഇമ്പോസ്, അല്ലെങ്കിൽ സ്റ്റേറ്റിന് എന്ത് ചെയ്യാൻ പറ്റും, ആളുകളുടെ മുകളിൽ പബ്ലിക് പർപ്പസിന് വേണ്ടിയിട്ട് മാൻഡേറ്ററി സർവീസ് ഇമ്പോസ് ചെയ്യാൻ പറ്റും എന്ന് ഈ ആർട്ടിക്കിൾ 23 ഒരു എക്സെപ്ഷൻ ആയിട്ട് പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. സോ ആൻസർ എ ആണ്. ഇനി ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് പെയർ ഈസ് നോട്ട് കറക്റ്റ്ലി മാച്ച്ഡ്? ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ, അത് ഫ്രീഡം ടു ബി സൈലന്റ്. അതുപോലെ തന്നെ ഫ്രീഡം ടു മാനേജ് റിലീജിയസ് അഫയേഴ്സ്, ഫ്രീഡം ടു ഡിനൈ എൻട്രി ടു എ പേഴ്സൺ ബിലോങ് ടു അതർ റിലീജിയസ് ഗ്രൂപ്പ്സ്, ഫ്രീഡം ഓഫ് മൂവ്മെന്റ്, റൈറ്റ് ടു ട്രാവൽ അബ്രോഡ്, ഫ്രീഡം ഓഫ് അസോസിയേഷൻ, ഫ്രീഡം ടു എസ്റ്റാബ്ലിഷ് ചാരിറ്റബിൾ സൊസൈറ്റീസ്. അപ്പൊ ഇതിനകത്ത് കറക്റ്റ്ലി മാച്ച്ഡ് അല്ലാത്ത പെയർ ഏതാണെന്നാണ് ചോദിച്ചത്. സോ ഈ ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ, നമ്മുടെ അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ആർട്ടിക്കിൾ 19 ക്ലോസ് 1 പറയുന്ന സ്വാതന്ത്ര്യത്തിനെ, അതിനകത്ത് തന്നെ ഇംപ്ലൈഡ് ആയിട്ടുള്ള ഒരു പാർട്ടാണ്. നമുക്ക് നമ്മുടെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഉള്ളതുപോലെ തന്നെ അത് പറയാതിരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇപ്പൊ ഫ്രീഡം ടു ബി സൈലന്റ് എന്ന് പറയുന്നത് അതിന്റെ പാർട്ടാണ്. ഇനി ഫ്രീഡം ടു മാനേജ് റിലീജിയസ് അഫയേഴ്സ്, അതായത് മതത്തിന്റെ കാര്യങ്ങൾ മാനേജ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം, അതിനകത്ത് അന്യമതത്തിൽപ്പെടുന്ന ആളുകൾക്ക്
ഞങ്ങളുടെ മതത്തിന്റെ ആരാധനാലയങ്ങളിൽ പ്രവേശനമില്ല എന്ന് പറഞ്ഞാൽ പ്രവേശനം നിഷേധിക്കാൻ പറ്റും എന്ന് പറയാം. അതും കറക്റ്റ് ആണ്, അത് ചെയ്യാൻ പറ്റും. ഫ്രീഡം ഓഫ് മൂവ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് റൈറ്റ് ടു ട്രാവൽ അബ്രോഡ് ആണ്. അതായത് നമുക്ക് സഞ്ചാര സ്വാതന്ത്ര്യം, അപ്പൊ സഞ്ചാര സ്വാതന്ത്ര്യമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് റൈറ്റ് ടു ട്രാവൽ അബ്രോഡ് എന്നാണ് പറയുന്നത്. പക്ഷെ അത് തെറ്റാണ്. കാരണം സഞ്ചാര സ്വാതന്ത്ര്യത്തിനകത്ത് പറയുന്നത്, അത് ആർട്ടിക്കിൾ 19 അതിനകത്ത് പറയുന്നത് ഇന്ത്യയിൽ ഉടനീളം സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യത്തെ കുറിച്ചാണ്. വിദേശ യാത്രകൾ നടത്താനുള്ള സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 21 കീഴിൽ റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടിയുടെ കീഴിലാണ് വരുന്നത്. അപ്പൊ ഇതിനകത്ത് തെറ്റായിട്ടുള്ള പേര് സി ആണ്, ഡി കറക്റ്റ് ആണ്. ഇനി അവസാനത്തെ ക്വസ്റ്റ്യൻ, വിത്ത് റെസ്പെക്ട് ടു ഫണ്ടമെന്റൽ റൈറ്റ്സ് ദ സ്റ്റേറ്റ് അണ്ടർ ആർട്ടിക്കിൾ 12 ഡസന്റ് ഇൻക്ലൂഡ്. അതായത് ഫണ്ടമെന്റൽ റൈറ്റിന്റെ ആർട്ടിക്കിൾ 12 സ്റ്റേറ്റിന്റെ ഡെഫിനേഷൻ പറയുന്നുണ്ട്. ആരാണ് സ്റ്റേറ്റ്, എന്താണ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് സ്റ്റേറ്റിന്റെ ഡെഫിനേഷൻ ആയിട്ട് പറയുന്നത് the executive and legislative branch of the union and executive and legislative branch of the state governments. അതായത് യൂണിയൻ എക്സിക്യൂട്ടീവ്, പാർലമെന്റ്, സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ്, സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ, ലോക്കൽ ബോഡീസ്, അതർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ഓർഗനൈസേഷൻസ് എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ അതർ അതോറിറ്റീസ് എന്നാണ് പറയുന്നത്. അപ്പൊ അതിനകത്ത് ജുഡീഷ്യറി ഉൾപ്പെടുന്നില്ല. സോ ഇതിന്റെ ആൻസർ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആണ്. പ്രൈം മിനിസ്റ്റർ എക്സിക്യൂട്ടീവിന്റെ ഭാഗമാണ്. ഇന്റലിജൻസ് ബ്യൂറോ യൂണിയൻ എക്സിക്യൂട്ടീവിന്റെ കൺട്രോളിലുള്ളതാണ്. അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ എക്സിക്യൂട്ടീവിന്റെ ഭാഗമാണ്. സോ ഇവരെല്ലാം തന്നെ സ്റ്റേറ്റിന്റെ അണ്ടറിൽ വരും, അല്ലെങ്കിൽ സ്റ്റേറ്റിന്റെ ഡെഫിനേഷന്റെ പരിധിയിൽപ്പെടും. പക്ഷെ ജുഡീഷ്യറിയുടെ ഭാഗമായിട്ടുള്ള ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ സ്റ്റേറ്റിന്റെ പരിധിയിൽ പെടില്ല. സോ ആൻസർ ഡി ആണ്. സോ ഇത്രയും കാര്യങ്ങളാണ് ഈ ക്വസ്റ്റ്യൻസുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. സോ താങ്ക് യു ഓൾ.